സംസാരിച്ചപ്പോൾ ചോദിച്ചുപോയ ഒരു കാര്യമാണത്. കാരണം ഷാഫി ഭായ് പോയിട്ട് 1 വർഷമായി എന്ന് നമുക്കവിടെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് സംഭവിച്ച ഒരു വേർപാട് എന്നുള്ളതാണ്. കാരണം സമയം പോയത് അറിഞ്ഞില്ല എന്ന് പറയുന്ന പോലെ. ഷാഫി ഭായ് ആയിട്ട് ഞാൻ പരിചയപ്പെടുന്നത് ഞാൻ പഞ്ചാബി ഹൗസ് ചെയ്യുന്ന കാലം മുതലുള്ള സൗഹൃദവും, പിന്നെ അന്നത്തെ ഏറ്റവും ഹിറ്റുകൾ സമ്മാനിക്കുന്ന 2 തിരക്കഥാകൃത്തുക്കളാണ് റാഫി മെക്കാട്ടെ. അവരെ സിനിമയിൽ പഞ്ചാബി ഹൗസിൽ അഭിനയിക്കാൻ വിളിക്കുകയും ഞാൻ ആ സിനിമയിൽ അഭിനയിക്കുന്ന സമയത്താണ് ഷാഫിയായിട്ട് ഉള്ള സൗഹൃദം കൂടുന്നത്. പ്രത്യേകിച്ച് റാഫി ഭായിയുടെ സഹോദരൻ എന്നുള്ളൊരു പരിഗണന അല്ലെങ്കിൽ ആ ഒരു സ്നേഹം കൂടി കൂടുതലുണ്ടായിരുന്നു. പിന്നെ ഒരേ വേവ് ലെങ്ത്തുള്ള ആൾക്കാരെ എന്തും തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന 2 പേരെന്നുള്ള സൗഹൃദം. പിന്നീട് തെങ്കാശിപ്പട്ടണം, അതുപോലെ തന്നെ അദ്ദേഹം സംവിധാനം ചെയ്ത സമയത്ത് എനിക്ക് തോന്നുന്നു എൻ്റെ കരിയറിൽ 3 മെഗാ ഹിറ്റുകൾ തന്നിട്ടുള്ള സംവിധായകനാണ് ഷാഫി ഭായ്. ഷാഫി ഭായിയുടെ സിനിമയിൽ അഭിനയിക്കാൻ ചെല്ലുന്നു എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ അതിന് തയ്യാറെടുക്കുന്നു, അല്ലെങ്കിൽ ആ സെറ്റിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഭയങ്കര കംഫോർട്ട് സോണിൽ നിന്ന് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധായകനായിരുന്നു. എന്തും സംസാരിക്കാം, എന്തിനെക്കുറിച്ചും ഡിസ്കസ് ചെയ്യാം, ഏത് രീതിയിൽ ഇങ്ങനെ ചെയ്തോട്ടെ അങ്ങനെ ചെയ്തോട്ടെ എന്നൊക്കെ ചോദിക്കുന്ന, അങ്ങനെ ഒരു ബ്രേക്കിംഗ് വാളില്ലാത്ത രീതിയിൽ തന്നെ നടുക്കൊരു മറപോലും ഇല്ലാത്തൊരു സൗഹൃദം ഉണ്ടായിരുന്നു. സ്വപ്നത്തിൽ വിചാരിച്ചിട്ടില്ല ഷാഫി നമ്മളെ എത്രയും പെട്ടെന്ന് വിട്ടുപോകുന്നു. കാരണം ഇവിടെ എല്ലാവരും പറഞ്ഞ കാര്യം തന്നെയാണ്, ഹ്യൂമർ സെൻസ്. എത്ര വിഷമിച്ചിരിക്കുന്ന സമയത്തും നമുക്ക് തമാശയിലൂടെ അതിനെ വളരെ ലഘൂകരിക്കുന്ന രീതിയിലുള്ളൊരു പ്രകൃതമായിരുന്നു. ഇങ്ങനെ വേദിയിൽ സങ്കടത്തോടുകൂടി തന്നെയാണ് നിൽക്കുന്നത്. കാരണം ഇതൊരു വലിയ സന്തോഷം ഉണ്ടാക്കുന്നൊരു ചടങ്ങ് എന്നുള്ളതല്ല. പക്ഷേ ഇതിൽ സന്തോഷമുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് ഷാഫിയുടെ പേരിൽ കൊടുക്കുന്ന, അദ്ദേഹം ഇനി ഷാഫി മെമ്മോറിയൽ ഒരു അവാർഡ് അത് നല്ല സംവിധായകർക്ക് കൊടുക്കണം എന്നുള്ളൊരു ചിന്ത വരികയും അതിനുവേണ്ടി മുൻകൈയെടുത്ത ഇതിൻ്റെ ഭാരവാഹികൾ, അതെനിക്ക് തോന്നുന്നു ഇവിടെ വന്നിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും പറഞ്ഞ അടുപ്പമുള്ള ആളുകൾ. ഇതൊന്നുമല്ല, ഇത് ശരിക്കും എനിക്ക് തോന്നുന്നത് ഒരു ചെറിയ ഹാളായതുകൊണ്ട് മാത്രമാണ് ഇത്തരം പേരിൽ 100 പേരിൽ ഒതുക്കുന്നു എന്നുള്ളത്. എൻ്റെ അറിവിൽ മലയാള സിനിമയിൽ ഒരു ശത്രുവുമില്ലാത്ത ഒരാളായിട്ടാണ് എനിക്ക് ഷാഫിയെ തോന്നിയിട്ടുള്ളത്. എല്ലാവരോടും ചിരിച്ചു കളിച്ച് ഒരു പരാതികളോ വിദ്വേഷമോ ഒന്നുമില്ലാത്ത ഷാഫിയോടും അങ്ങനെ തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഷാഫിയെക്കുറിച്ച് ആരും ഒരു പരദൂഷണം പറയുകയോ എതിര് പറയുകയോ ഒന്നും ഞാൻ കേട്ടിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ഉറപ്പിച്ച് പറയാനാകും, ഇതൊരു വലിയ ചടങ്ങായിരുന്നെങ്കിൽ മലയാള സിനിമ മൊത്തം ഇവിടെ ഉണ്ടാവും എന്ന് പറയുന്ന പോലത്തെ സൗഹൃദമുള്ള ഒരാളാണ് ഷാഫി. പക്ഷെ ചുരുങ്ങിയ ആളുകളാണ്. ഡിക്സൺ ഭായിയുടെ അടുത്ത് പറഞ്ഞത്, നമ്മൾ വളരെ ചുരുങ്ങിയ ആൾക്കാരെ വെച്ചിട്ട് ഇതൊരു തുടക്കം എന്നുള്ള രീതിയിൽ എല്ലാവരും ഒരു കൂട്ടായ്മ നമ്മളൊന്ന് ഷാഫിയെ ഓർമ്മിക്കുന്നു എന്നുള്ള രീതിയിലാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ പേരിലുള്ള അവാർഡ് പ്രഗത്ഭനായ ഒരു സംവിധായകൻ തന്നെ കൊടുക്കുന്നു, അതിൽ വലിയ സന്തോഷമുണ്ട്. ഞാനും അദ്ദേഹത്തിൻ്റെ കളങ്കാവിൽ കണ്ടാണ് വ്യക്തി ഇപ്പോഴാണ് കണ്ടത്. ഒരു ജിതിന്ന് വിളിച്ചപ്പോഴാണ് ആളെ മനസ്സിലായത്. വലിയ സന്തോഷം ഈ ചടങ്ങിൽ വരാനും നിങ്ങളെയൊക്കെ കാണാനും സാധിച്ചതിൽ. സർവേശ്വരനോട് നന്ദി പറയുന്നു. താങ്ക്സ് എ ലോട്ട്.